കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു നയനയ്ക്ക് വലിയ അംഗീകാരമൊക്കെ കിട്ടുവാണ്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഡിസൈനിങ് കിട്ടിയിരിക്കുന്ന നയനയ്ക്ക് അംഗീകാരം. അപ്പൊ ഈ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ദേവയാനിയാണെങ്കിൽ. ദേവയാനിക്കൊരു ഭയം, തന്റെ മകൻ ഇനി കൈവിട്ടു പോവോ. കാരണം നയനയും കൈ പിടിച്ചോണ്ടാൾ ആ പോക്ക് കണ്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല. അങ്ങനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം നയനയോട് ആദർശം പറഞ്ഞു, അതെ നീ ഈ സാരി ഉടുത്തോണ്ട് ഇന്റർവ്യൂവിന് ഇരുന്നാൽ മതി എന്ന് പറയാം. അതെന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാ, ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയാം. അങ്ങനെ നയന സാരിയൊക്കെ ഉടുത്തോണ്ട് വരുവാണ്. ഈ സമയത്ത് നയനയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം താൻ ഇത്രയ്ക്ക് വലിയ അംഗീകാരമൊക്കെ, തനിക്ക് ഇത്ര വലിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ടും ആദർശാണ് ഒന്ന് കൺഗ്രാസ് പോലും പറഞ്ഞില്ല, ഒന്ന് അഭിനന്ദിച്ചിട്ട് പോലുമില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്താ നയന, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. എന്നാ ശരി, നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് ഹാളിൽ എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്റർവ്യൂ ചെയ്യാനുള്ള ആൾക്കാർ വന്നത്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പം നയന അങ്ങോട്ട് ആദർശം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ നയനോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ചോദ്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ട് തന്നെയാണ് നയന ഉത്തരങ്ങളൊക്കെ പറയണേ. കാരണം നയന പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അംഗീകാരം കിട്ടാൻ തന്നെ കാരണം എന്റെ വീട്ടുകാരും പിന്നെ ഇവിടുത്തെ വീട്ടുകാരുമാണ്. കാരണം കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ എന്റെ കഴിവുകളൊന്നും ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് ഇവരെല്ലാരും നല്ല പ്രചോദനമാണ് തന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അംഗീകാരം ഇപ്പൊ കിട്ടിയെന്ന് പറയാം. പിന്നീട് കുടുംബത്തെക്കുറിച്ചും എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ നയന പറഞ്ഞ്, ചെറുതിലെ മുതൽ അത്യാവശ്യം ഞാൻ വരയ്ക്കുക ചെയ്യുമായിരുന്നു. പിന്നീട് എന്റെ അച്ഛന് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അത്യാവശ്യം അച്ഛനെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കഴിവുകളൊക്കെ കിട്ടി. അല്ല, ഇതിന് ഈ സമയം എവിടുന്നാ കിട്ടണേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്? അത് പിന്നെ വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ചിലപ്പോൾ ചില ഡിസൈനൊക്കെ വരും. അങ്ങനെ ഞാൻ ഡിസൈൻ വന്നു കഴിയുമ്പോൾ ഞാനത് പേപ്പറിലൊന്ന് വെറുതെ വരച്ചൊക്കെ നോക്കും. അങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ ഡിസൈനൊക്കെ വരച്ചു നോക്കുമായിരുന്നു. എനിക്കൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. ആർട്ട് ഗാലറി ഇങ്ങനെ വരച്ചെനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം. പിന്നീട് അവർ കുറെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ഇതെല്ലാം നല്ല മറുപടി തന്നെയാണ് നയന കൊടുത്തത്. ഈ സമയം ഇതൊക്കെ കണ്ടിട്ട് അബിക്കും ജലജയ്ക്കും കൂടെ ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അവൾ ഇരിക്കുന്ന കണ്ടില്ലേ, വലിയ രാജ്ഞിയെ പോലെ ഇരിക്കുന്നേ, അവളേതാണ്ട് ലോകം കീഴടക്കിയ മട്ടിലാ ഇരിക്കുന്നേ. ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോന്ന് പറയാം. എന്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, ഒന്ന് പതുക്കെ പറ. ഇതെങ്ങാനും മുത്തശ്ശന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ. ഇവിടെയാണ് നമുക്കാണെങ്കിൽ ഒരു സോപ്പോട്ട് പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് അവൾക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്നത് എന്ന് അബി പറയാണ്. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, അതെ എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് പറയണം. അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. പിന്നീട് നയന അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേനും ആദർശം അങ്ങോട്ട് വന്നു. ആദർശം വന്നിട്ട് ചോദിച്ചു, അല്ല നിനക്ക് എന്താ വേണ്ടത്? ഇത്രയും വലിയ അംഗീകാരമൊക്കെ വാങ്ങിയതല്ലേ, നിനക്ക് എന്താ സമ്മാനമായിട്ട് വേണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ട നയന പറഞ്ഞു, എനിക്കൊന്നും വേണ്ടാന്ന് പറയണം. അങ്ങനെ പറയരുത്. അല്ല എനിക്കൊന്നും വേണ്ട, ആദർശാണ് അറിയാലോ എനിക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം. എനിക്ക് വേണ്ടത് ആദർശാണ് സ്നേഹമാന്ന് പറയണം. ഈ സമയം ആദർശം പറഞ്ഞു, അല്ല ഞാൻ നിന്നെ ഇതായിട്ടൊന്ന് കൺഗ്രാസ് പോലും ചെയ്തില്ല എന്ന് പറയണം. അതെനിക്കറിയാം, ഇത്ര സമയേ എല്ലാരും വന്ന് കൺഗ്രാസ് പറഞ്ഞു, ആദർശമായിട്ട് മാത്രം പറഞ്ഞില്ല എന്ന് പറയാം. പെട്ടെന്ന് ആദർശ് നയനയുടെ കൈയെടുത്തിട്ട് കൺഗ്രാസ് പറയാണ്. ഈ സമയം മുത്തശ്ശൻ എല്ലാരും നോക്കി രണ്ടുപേരും കൂടെ ഇങ്ങനെ കയ്യെ പിടിച്ചു ഇങ്ങനെ സംസാരിച്ച് മതി മറന്ന് നിൽക്കുവാണ്. ദേവേനിക്ക് അത് കാഴ്ച കണ്ടോ അങ്ങ് സഹിച്ചില്ല. അവൾക്കൊരു ഇത് അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞോണ്ട് അവൻ നിലത്തൊന്നും അല്ല നിൽക്കുന്നേ. അവളുടെ അഹങ്കാരം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ അനന്തപുരത്തറവാളുടെ അവളുടെ കയ്യിലാവും. താനൊക്കെ വെറുതെ അവളുടെ അടിമയായിട്ട് ഇവിടെ കിടന്ന് ജോലി എടുക്കേണ്ടി വരും. ഈ സമയം ജലജ ദേവയാനിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് കണ്ടില്ലേ ഏടത്തി, അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ അവൾ ഈ ഇടയായിട്ട് നിലത്തെങ്ങും അല്ലായിരുന്നു. ഇനി ഇപ്പം പറയാൻ വേണ്ട, അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇതിലൂടെ എല്ലാ ആളുകൾ വെച്ച് നടക്കുമെന്ന് പറയാം. അപ്പം ജാനകി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നയനമോൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ലാന്ന് പറയണം. പിന്നെ ഒരു കുട്ടി ഞാൻ പറയണില്ല, എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കില്ല ജലജ പറയാ. ഈ സമയം ജലജയോട് പറഞ്ഞു, അതെ നിനക്ക് അസൂയായിട്ടില്ലേ, നിങ്ങളുടെ മാനൊന്നും കിട്ടാത്തോണ്ടല്ലേ എന്ന് ജാനകി എടുത്തടിച്ച് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജലജ, പിന്നെ ആർക്ക് വേണോ ഇങ്ങനത്തെ അവാർഡും അംഗീകാരമൊക്കെ? ഇതൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ മേടിക്കണമെന്ന് പറയാം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ പൈസ കൊടുത്തിട്ട് കിട്ടിയ അംഗീകാരമൊന്നും അല്ല, നയനമോളുടെ കഴിവിനുള്ള അംഗീകാരം കിട്ടിയതാന്ന് പറയാം. പിന്നീട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അപ്പൊ അനാമിക വന്നപ്പോ അനാമികയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അനാമികയെ കണ്ടപ്പം ജാനകി അങ്ങോട്ട് ഓടിച്ചെന്നു, വാ മോളെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരണം. അല്ല ഇതെന്താ സമ്മാനമൊക്കെ ആയിട്ട്? അല്ല ഞാന് നയനേച്ചിക്ക് സമ്മാനമായിട്ട് വന്ന. ഓ കാര്യങ്ങളൊക്കെ അപ്പൊ അറിഞ്ഞിട്ട് വന്നായിരിക്കില്ലേ എന്ന് പറയാണ്.
അല്ല ഇത്ര പെട്ടെന്ന് അനി ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കും. ഈ സമയം ജാനകി പറഞ്ഞു, ഞാനാണ് മോളെ വിളിച്ചു പറഞ്ഞ് ഇത്ര വലിയ അംഗീകാരമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വിളിച്ചു പറയണ്ടേ, അതുകൊണ്ടാന്ന് പറയണേ. അങ്ങനെ നയനയുടെ അടുത്ത് എന്നിട്ട് നയനയ്ക്ക് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്, പ്രസന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നയനയ്ക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയം കനക പോയിട്ട് ഗോവിന്ദനോടും അതോടൊപ്പം തന്നെ നന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. വല്ലാത്ത സന്തോഷത്തിലായിരുന്നു കനകയെ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. തന്റെ മോളാണെങ്കിൽ ഇവിടെ സമയം പോലും അവൾക്ക് വീട്ടുജോലി തീർന്നിട്ട്, എന്നിട്ട് പോലും ഉള്ള സമയം, കിട്ടുന്ന സമയം മാക്സിമം വിനിയോഗിച്ചാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് താനും. അതിനുശേഷം അനാമിക അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അല്ല മോളെ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ തുടങ്ങി. വേണ്ട വേണ്ട, അത് എപ്പോഴും ഇച്ചിരി ധൃതിയുണ്ട്, എനിക്ക് ബ്യൂട്ടി പാർലർ വരെ പോകണമെന്ന് പറയാം. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, ആഹാ കല്യാണമൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ പോവാ, ഇവിടെ നമ്മളാരും ബ്യൂട്ടി പാർലറൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ജലജ, ശരിയാ എല്ലാവർക്കും ഒന്നും സുന്ദരിമാരാവണ്ടേ, കാരണം കല്യാണം അങ്ങ് അടുത്ത് വന്നെന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും ബ്യൂട്ടി പാർലറിലേക്ക് പോക്കോ. ഇനിയിപ്പം നയനമൊക്കെ വലിയ അംഗീകാരമൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് പോയിക്കൊള്ളാൻ പറയണം. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, എല്ലാവരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യും, ഒരു കാര്യം ചെയ്യട്ടെ, നയന ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയാം. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, അതെന്ത് പരിപാടിയാ ദേവേനി, അവൾക്ക് എന്താ റെഡിയാവണ്ടേ, നിനക്ക് മാത്രം മേക്കപ്പൊക്കെ മതിയോന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ അച്ഛാ അവളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, അതോർത്ത് നീ വിഷമിക്കണ്ട, ഫുഡിന്റെ കാര്യമില്ലേ അത് ഞങ്ങൾ ഉണ്ടായിക്കോളാന്ന് പറയാം. നിങ്ങൾ അതെ, ഇന്ന് ഞങ്ങൾ ജെൻസ് അല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടിട്ടായിരിക്കും അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കണേ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോരാൻ പറയണം. ഈ സമയം ആദർശ് പറഞ്ഞു, എന്റെ മുത്തശ്ശനും വല്ലതും അറിയാവോ, അറിയാഞ്ഞിട്ടാണ് എല്ലാവരും ഉണ്ടാക്കണേ, നമ്മളുണ്ടാക്കും, നമ്മൾ എന്നെ അടുക്കള ഭരണം ഏറ്റെടുക്കുവാന്ന് പറയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അവരെല്ലാം കൂടെ പോവാണ്. ഈ സമയത്ത് ജയനും ആദർശം ബാക്കിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും, അജയനും ഉണ്ട് കൂടെ. അപ്പൊ അജയൻ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ, ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ, വല്ലതും അറിയാമെന്ന് ചോദിക്കും. അറിയാഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്, അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വഴിയുണ്ടെന്ന് പറയണം. ഈ സമയം മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, അല്ല എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഈ ഡ്രസ്സിലാണോ നിൽക്കുന്നത്, ഡ്രസ്സൊക്കെ മാറി വരാൻ പറയണം. ഡ്രസ്സ് മാറിയാനാ, പിന്നെ അടുക്കള പണിയുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പണിയാൻ പറ്റുമോ, ഒരു കാര്യം ചെയ്ത് തോർത്തൊക്കെ എടുത്തോണ്ട് പോരെന്ന് പറയണം. അങ്ങനെ എല്ലാരും പോയി ഡ്രസ്സൊക്കെ മാറി തോർത്തൊക്കെ എടുത്തോണ്ട് വരുവാണ്. ഈ സമയം ജയൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ അച്ഛാ, നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, കടയിൽ നിന്ന് ഫുഡ് മേടിച്ചാലോ, അവർക്ക് ഇപ്പൊ ഫുഡ് കൊടുത്താൽ പോരെ. മുത്തശ്ശൻ പറഞ്ഞു, അത് വേണ്ട, ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ എന്താണല്ലോ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയാവുള്ളൂ എന്ന് പറയാം. അങ്ങനെ എല്ലാരും കൂടെ അടുക്കളയിലേക്ക് കയറി. പിന്നെ എന്തുണ്ടാക്കണം എന്നതിനെ കുറിച്ചാണ് ചിന്ത. ആർക്കും അറിയത്തില്ല എന്താ ഉണ്ടാക്കണ്ടേന്ന്, കാരണം ആർക്കും അങ്ങനെ അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു വശവും ഇല്ലല്ലോ. ഈ സമയത്ത് ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാണ്. പിന്നീട് എല്ലാരും കൂടെ പറഞ്ഞ ഐഡിയക്ക് വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശിനോട് സംശയം, ഒരു പക്ഷെ നയനയോട് വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ അവള് കാര്യങ്ങളൊക്കെ പറയും. നേരെ ആദർശ് നയനെ വിളിക്കുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ്, കറികളൊക്കെ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ഈ സമയം നയന പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനേ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് വിടാം, ആദർശേട്ടൻ കേട്ടോളാൻ പറയണം, അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയാം. ആദർശന് സന്തോഷമായി. അങ്ങനെ ആദർശ് എന്ത് ചെയ്യണം, ഇയർഫോൺ എടുത്ത് ചെവി വെച്ചു. ചെവി വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യം അത് കേട്ടോണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുക. അപ്പൊ ആദർശന്റെ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയനും മുത്തശ്ശനൊക്കെ പറഞ്ഞു, അവൻ ഉണ്ടാക്കുന്നുണ്ടോ, അവന് നല്ല അറിയാൻ തോന്നേ. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, എങ്ങനെ അറിയാതിരിക്കും, നായനമോൾ അടുക്കളയിലുള്ള സമയത്ത് അവൻ അടുക്കളയിൽ വന്നെല്ലാം കണ്ടുപഠിച്ചെന്ന് തോന്നേ, അതുകൊണ്ട് അവ ഇത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണേന്ന് പറയാം. പക്ഷെങ്കിൽ ആദർശന്റെ ചെവിയിൽ ഇയർഫോൺ ആയിരിക്കണേ. അവരൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന എന്താ, പാട്ട് കണ്ടോണ്ട് ആദർശ് ഈ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന്. അതേപോലും നയനെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, കടുക് ഇട്, അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്, അതെല്ലാം റെക്കോർഡ് ചെയ്ത് അതെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന. അങ്ങനെ ആദർശ് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കറികളും സാധനങ്ങളും എല്ലാം ഉണ്ടാക്കുകയാണ്. പിന്നീട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു, എല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ഈ സമയത്ത് നല്ല ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം കൂടെ വീട്ടിലേക്ക് കയറി വരുന്നേ. അങ്ങനെ വന്ന് കാറിൽ നിന്ന് നയനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദർശം കൊണ്ട് ഇറങ്ങി ചെല്ലുവാണ്. നയനെ കണ്ടിട്ട് ആദർശം മനസ്സിലായി പോലുമില്ല. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല വേഷമൊക്കെ ഇട്ട്, ഇത്രയും നാള് സാരിയും ചുരിദാറൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ നയനെ നല്ലൊരു ഫ്രോക്കൊക്കെ ഇട്ടും കൊണ്ട് ഇറങ്ങി വരുവാണ്. അതേപോലെ തന്നെ ഓരോരുത്തരും, മുത്തശ്ശിയാണെങ്കിലും അവിടെ ബാക്കി എല്ലാവരും അതെ, എല്ലാവരും നല്ല അടിപൊളി വേഷത്തിലാണ് വരുന്നത്. ദേവേനിയൊക്കെയാണ് ചുരിദാറൊക്കെ ഇട്ട് മിന്നിച്ച് അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ച കണ്ടതും എല്ലാരെയും ആദർശ് വിളിക്കുകയാണ്. എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. എല്ലാരും കൂടെ വന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി വേഷത്തില്. എന്റെ ദൈവമേ, ഇതെന്താ എന്റെ ഭഗവാനെ ഞാൻ ഈ കാണുന്നേന്ന് മുത്തശ്ശൻ പറയാണ്. കൊള്ളാലോ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും എന്ത് മാറ്റങ്ങളാ സംഭവിച്ചിരിക്കുന്നു പറയാം. ഈ സമയത്ത് നയനെ ആദർശം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൾക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നോ, ഇപ്പോഴാണല്ലോ കാണുന്നത്. ഇത്രയും കാലം സാരിയൊക്കെ ഉടുത്തോണ്ട് താൻ അതുപോലെ ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്ത് ഭംഗി ഇവളെ കാണാനായിട്ട്.
ശരിക്കും പറഞ്ഞാൽ ആദർശന് ശരിക്കും ഒരു അസൂയൊക്കെ തോന്നി തുടങ്ങി. കാരണം ഇത്ര ഭംഗിയുണ്ടോ അവളെ കാണാന്നുള്ള രീതിയിൽ. പിന്നീട് നയന വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ആദർശേട്ടാ, കൊള്ളാവെന്ന് ചോദിക്കാം. കൊള്ളാം. ഈ സമയം ജയൻ പറഞ്ഞു, ഒരു ദിവസം ഇവിടെ അടുക്കളയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര മാറ്റം ഇവർക്കുണ്ടെങ്കിൽ ഇവരെല്ലാ ദിവസവും അവർ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ചേഞ്ച് എന്ന് ചോദിക്കുക. മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമാ നടിമാരെ പോലെ ഉണ്ട്, അതുപോലെ ഉണ്ട്, മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ടാണല്ലോ വന്നിരിക്കുന്നത് പറയാം. പിന്നെ അതേ ലുക്കിൽ തന്നെ എല്ലാവരും പോയി ഭയങ്കര കണ്ണാടിയൊക്കെ നോക്കി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശി ചോദിച്ചല്ല, ഫുഡ് കാലമായി, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം. കാലമായോന്നോ, ഇങ്ങോട്ട് വാ, ഞങ്ങൾ വിളമ്പി തരാമെന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ വിളമ്പുവാണ്. അങ്ങനെ ഫുഡ് വിളമ്പി ഇച്ചിരി രുചിച്ച് നോക്കി മുത്തശ്ശി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇത് നയനമോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാന്ന് പറയാണ്. ഈ സമയം നവ്യ നയനയെ നോക്കുവാണ്. നയന ഒന്നും അറിയത്തില്ലാത്ത മട്ടിരുന്ന് ഫുഡ് കഴിക്കുക. നവ്യ പെട്ടെന്ന് പതുക്കെ തോണ്ടിട്ട് ചോദിച്ചു, സത്യം പറ, ഇതാരാ, നീ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഉണ്ടാക്കിയെന്ന് ചോദിക്കണം. പിന്നെ ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയണം. ഈ സമയം ആദർശനെ നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ നയന ചിരിക്കുന്നുണ്ട്. കാരണം നയനയ്ക്ക് മനസ്സിലായി താൻ പറഞ്ഞ പോലെ തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കാരണം ആദർശന് എത്ര സാധനങ്ങൾ എന്തോരം എടുക്കണ്ടെന്നും അറിയത്തില്ലോ. അപ്പൊ കൃത്യ അളവൊക്കെ നയന പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൃത്യ അളവിനിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.